പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് ലാസ്റ്റ് ക്ലാസ് എടുത്തത് മൂസയുടെ വടിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ആന്തരികമായ അല്ലെങ്കിൽ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ പരിശോധിച്ചത്. അത് കേട്ട് ഒരു സഹോദരൻ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതായിരുന്നു മാഷ് എന്ന് പറഞ്ഞിട്ട്. സംശയമല്ല, ആ ഭാഗം കൂടി എനിക്ക് അറിയില്ല, അതും കൂടി അത് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കാര്യം ഞാൻ മുമ്പ് നമ്മുടെ ഒരു ക്ലാസ്സിൽ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒരു സൂചന നൽകിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അതെന്താണെന്ന് പറഞ്ഞാല്, ആ വടി പാമ്പാവുന്നുണ്ടല്ലോ, ആ പാമ്പാകൽ എന്താണ് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ പാമ്പ് എന്ന് ഉപയോഗിച്ച വാക്ക് ഒന്ന് ഹയ്യത്താണ്, ഒന്ന് സുഅബാനാണ്. ഇത് രണ്ടും ഞാന് മുമ്പ് ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ആ ക്ലാസ് ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു സൂചന നൽകാമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഹയ്യത്ത് എന്ന് പറയുന്നത് പാമ്പ് എന്നുള്ള അർത്ഥത്തിനല്ല, ഹയാത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഹയാത്ത്. ആ ആശയം മൂസയുടെ ആ വടി എന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെ വെളിച്ചം, ആ പ്രകാശം, ആ ആത്മീയമായ ജ്ഞാനം ഹയ്യത്തായി ഉള്ളതായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനുഷ്യ മനസ്സുകളിലേക്ക് അത് ഇട്ടുകൊടുത്തപ്പോൾ അത് ഹയ്യത്തായി മാറുകയാണ്, ഹയാത്തുള്ളത്. അപ്പൊ ഹയ്യത്ത് എന്നുള്ള വാക്ക് നമ്മള് പ്രത്യേകം മനസ്സിലാക്കുക, പാമ്പ് എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ളത്. മറ്റൊരു വാക്കാണ് തസ്അ എന്നുള്ളത്. തസ്അ എന്നുള്ള വാക്കും നമ്മൾ ഇഴഞ്ഞു പോകുന്ന പാമ്പ് എന്നുള്ള ആ തസ്അ എന്ന് പറയുന്നത് ഇഴയുക, ചലിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല. നമ്മളത് പറഞ്ഞതാണ്. തസ്അ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ആത്മീയതയിലേക്ക് നമ്മൾ പരിശ്രമിച്ച് അതിൻ്റെ ഉന്നതമായ തലത്തിലേക്ക് നമ്മൾ പരിശ്രമിച്ച് മുന്നേറുന്നതിനെയാണ് തസ്അ എന്ന് പറയുന്നത്. നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ സഅയ് ആണ് തസ്അ എന്ന് പറയുന്നത്. സഅയ് അതാണ് ഫസ്അഉ ഇലാ ദിക്രില്ലാഹി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ഇഴയുക എന്നല്ല. അപ്പൊ തസ്അ എന്ന് ഖുർആൻ ഉപയോഗിച്ച ഇവിടെയല്ലാത്ത എല്ലാ ഭാഗങ്ങളിലും എൻ്റെ സഹോദരങ്ങൾ പരിശോധിച്ചാൽ ഇഴയുക എന്നല്ല, മറിച്ച് ദൈവികതയിലേക്കുള്ള മനുഷ്യന്റെ പരിശ്രമമാണ്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള പരിശ്രമമാണ്. രണ്ടായാലും അവന്റെ പരിശ്രമമാണ് അവന്റെ ബോധമണ്ഡലത്തിൽ. കാരണം വല്ലദീന സഅഫി ആയാത്തിന എന്ന് പറഞ്ഞിട്ട് രണ്ട് തലവും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് പരിശ്രമിച്ച് മുന്നേറുന്നതും, ഒന്ന് അതിനെ തകർക്കാൻ, അതിനെ മുആജിസീന, അത് അജിസാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്അഉ ഇലാ ദിക്രില്ലാഹി എന്ന് പറയുന്നു. അപ്പൊ സഅയ് എന്നുള്ള വാക്ക്, സഅയ് ഏതൊരു ഭാഷ അറിയുന്ന, അറബി ഭാഷ അറിയുന്ന വ്യക്തിക്കും സഅയ് എന്നുള്ളത് ഇഴയുക എന്നല്ല, പരിശ്രമിച്ച് മുന്നേറുക എന്നുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് മുന്നേറുന്ന ആത്മീയമായ ജ്ഞാനത്തെയാണ് സാഅത്ത് എന്ന് പറയുക എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ ക്ലാസ് യൂട്യൂബിലുണ്ട്. സാഅത്ത് അതല്ലാതെ ദിനം എന്നുള്ള അർത്ഥത്തിനല്ല സാഅത്ത്, അന്ത്യസമയം എന്നുള്ള അർത്ഥത്തിനല്ല. സഅയ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെ പേരാണ് സാഅത്ത് എന്നുള്ളത്. അത് ഈസയുടെ ആ തലത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന അറിവാണ്. അതാണ് വഇന്നഹു ഇൽമുൽ ലിസ്സാഅത്തി എന്ന് പറയാനുള്ള കാരണം.
ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നുകൂടി അതിനെ വിശദീകരിച്ചാൽ അത് ഹയ്യത്ത് എന്ന് പറയുന്നത് യഹിയ എന്ന് പറയുന്ന ഹയാത്തുള്ള ആ തലത്തിലേക്ക് എത്തുകയും തസ്അ എന്ന് പറയുന്നത് സഈ ചെയ്ത് ഈസ എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ാണ്, അല്ലാതെ ഇഴയുന്ന പാമ്പ് എന്നുള്ള അർത്ഥത്തിനല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം അത് പറഞ്ഞാൽ പിന്നെ ആ വിഷയം തന്നെ ഇന്ന് പറയേണ്ടി വരും. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല. പക്ഷെ ഒരു സഹോദരൻ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം അതിന്റെ ഒരു ചെറിയ വിശദീകരണം നൽകി. ഞാൻ ഇന്നത്തെ എൻ്റെ വിഷയം ബനാത്തുൽ അഫ്കാർ എന്നുള്ളതാണ്. ബനാത്ത് എന്നല്ല, ബനാത്തുൽ അഫ്കാർ അല്ല, ബനാത്ത്. ബനാത്ത് എന്ന് പറയുന്നത് പെൺകുട്ടികൾ എന്നാണോ ഖുർആൻ ഉദ്ദേശിക്കുന്നത്? അതായത് ബയോളജിക്കലായ പെൺകുട്ടികൾ എന്നാണോ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ആ വാക്ക് വിശദീകരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മുസ്ഹഫില് മുഖാത്തബ്, മുസ്ഹഫ് നമ്മളോട് യുഹാത്തിബു സംസാരിക്കുന്നത് മുഴുവൻ ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ വികാസത്തെ കുറിച്ചാണ്. ബോധമണ്ഡലത്തെ അതിന്റെ വഴി ബോധതലത്തോടാണ് ഖുർആൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആ ബോധതലത്തിന്റെ ഔസാഫുകളാണ്, വിശേഷണങ്ങളാണ് അബ് എന്ന് പറഞ്ഞാലും ഉമ്മ് എന്ന് പറയുകയാണെങ്കിലും യത്തീമ് എന്ന് പറയുകയാണെങ്കിലും ഇബ്ന് എന്ന് പറയുകയാണെങ്കിലും ഇങ്ങനെ എല്ലാം തന്നെ മുസ്ഹഫിൽ. ഇത് നമ്മൾ ഒരു വെറുതെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് ചെയ്ത് അതൊന്നും ഇതല്ല എന്ന് വെറുതെ പറയല്ല. അപ്പൊ ഇബ്ന് എന്ന് പറയുന്ന ഖുർആനിലെ ബന് ഇബ്ന് എന്നുള്ള എല്ലാ വാക്കുകളും വന്ന ആയത്തുകളും മുഴുവൻ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അബ് എന്ന് പറയുന്ന ഖുർആനിൽ വന്നപ്പോ അബ് എന്റെ പിതാവ് എന്ന് പറയുമ്പോ എന്റെ ബയോളജിക്കലായ എന്റെ പിതാവിനെ കുറിച്ചല്ല ഖുർആൻ സംസാരിക്കുന്നത്. മറിച്ച് ഖുർആൻ എന്റെ ആത്മീയമായ പിതാവ്, അല്ലെങ്കിൽ അബുൽ മുസവർ, അബു ആസർ ഉണ്ടല്ലോ, മുസവറായ അബു, രണ്ട് തലത്തില് ആണ് സംസാരിക്കുന്നത്. നമ്മള് ആത്മീയമായ പിതാവ് ആവുമ്പോ അബൂക്കും മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഇബ്രാഹിമാണ് നമ്മുടെ ശരിയായ, നമ്മുടെ ബോധതലത്തിന്റെ പിതാവായിട്ട് മർജായിട്ട് നമ്മൾ കാണേണ്ടത്. നേരെ മറിച്ച് അബുൽ മുസവറായ ആസർ ഉണ്ടല്ലോ, ആസർ എന്ന് പറയുന്ന മുസവർ, ആ പേരെന്നെ നിങ്ങളൊന്ന് നോക്കുക. വ്യാജമായ, അത് വ്യാജമാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല. അത് നമ്മളെ വിഗ്രഹാരാധനയിലെ വിഗ്രഹവൽക്കരിക്കപ്പെടുകയാണ്. നമ്മുടെ ബോധമണ്ഡലത്തെ ഒരു സ്ഥലത്ത് മാത്രം ഉറച്ചു നിൽക്കുകയും അതിനപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ബോധതലത്തിന് വരുമ്പോഴാണ് അത് അബുൽ മുസവറാകുന്നത്. ഇങ്ങനെ ഞാനൊരു സൂചന നൽകിയെന്നേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മളിപ്പോ ഈ വിഷയം സൂചിപ്പിക്കാനുള്ള കാരണം, പെൺകുട്ടികളെ വിവാഹം കഴിക്കാം ഖുർആൻ പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു വിവാദമായ വിഷയങ്ങൾ നമ്മുടെ, അതാണ് ഒരു സഹോദരൻ അത് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാനുള്ള കാരണം. അത്തരമൊരു വിവാദമൊക്കെ പലയിടങ്ങളിലും നമ്മളിപ്പോ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട്. അപ്പൊ അങ്ങനെ ഒരു വിവാഹത്തെ കുറിച്ച് ഖുർആൻ അങ്ങനെ വൈവാഹിക ജീവിതം വിശദീകരിക്കാൻ വന്ന ഗ്രന്ഥമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. മനുഷ്യന്റെ ബോധതലത്തെ, ബോധമണ്ഡലത്തെ പടിപടിയായി ഉയരങ്ങളിലേക്ക്, തൗറൻ പഴുത തൗറിൻ ഒക്കെ ഹലക്കും അത്തുവാറ എന്ന് പറയണ്ടല്ലോ, നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മ എന്ന് പറയുമ്പോ അവിടുന്നാണ് നമ്മുടെ ജ്ഞാനങ്ങളുടെ വിലാദത്ത് നടക്കുന്നത്. അവിടുന്നാണ് വിലാദത്ത് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് അവിടുന്നാണ്, അറിവുകളുടെ ഉത്ഭവം അവിടുന്നാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഖുർആൻ ഉമ്മ എന്ന് പറയുമ്പോൾ, അതാണല്ലോ ഖുർആൻ ഉമ്മുൽ കിതാബ് എന്ന് പറയാനുള്ള കാരണം, ഉമ്മുൽ ഖുറ എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ ഒരിക്കലും തന്നെ ഒരു ബയോളജിക്കലായ ഉമ്മയെ കുറിച്ച് ഖുർആനിന്റെ സംസാരമേ അല്ല.
അതാണ് പിന്നെ നമ്മളിപ്പോ സൗജ് എന്ന് പറയുമ്പോ നമ്മളുടെ തസ്വീജ് നുഫൂസാണ്. അത് നഫ്സിനെ തസ്വീജ് ആക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും തന്നെ നമുക്ക് ബയോളജിക്കലായ ഒരു വൈഫിനെ കുറിച്ച്, ഒരു ഇണയെ കുറിച്ച്, ഭാര്യയെ കുറിച്ച് അല്ല ഖുർആൻ ഒരു വചനത്തിലും സംസാരിക്കുന്നത്. അതെങ്ങനെ മാഷ് പറയണെന്ന് പറഞ്ഞാൽ അസുവാജ് വന്ന വചനങ്ങൾ മുഴുവൻ എടുത്ത്, സൗജും അസുവാജും വന്ന വചനങ്ങളെ മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമ്മളത് പറയുന്നത്. അതാണല്ലോ വൈദൻ നുഫൂസ് സുബ്ബിജത്ത്, നഫ്സിനെയാണ് സൗജാക്കണത് എന്ന് ഖുർആൻ പറയുന്നത്. അതാണല്ലോ ഹുവല്ലദീ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ എന്ന് പറയുന്നത്. നഫ്സിൽ നിന്നാണ് സൗജിനെ നിങ്ങൾക്ക് ഖൽഖ് ചെയ്തു തരുന്നത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ നഫ്സിനെ മാറ്റിയിട്ട് നിങ്ങളിൽ നിന്നാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാണ് ആ അർത്ഥം അള്ളാഹുവിനെ അങ്ങോട്ട് ദീന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ. ഇതിപ്പോ ഞാനൊരു സൂചന നൽകിയതാണ് ഓരോന്നും. ഇതിന്റെയൊക്കെ വിശദമായ വിവരണങ്ങൾ സൗജ് എന്താണ്, എന്താണ്, വന്ന ആയത്തുകൾ മുഴുവൻ നമ്മൾ പരിശോധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ ബനാത്ത് എന്ന് പറയുമ്പോ നമ്മള് അത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബയോളജിക്കലായ ജനിച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് നമുക്കുണ്ടായ, അങ്ങനെയാണല്ലോ ഇപ്പൊ വിശദീകരണം വന്നിട്ടുള്ളത്. വൈവാഹിക ബന്ധത്തിലല്ലാതെ നമുക്ക് ജനിച്ചതോ വൈവാഹിക ബന്ധത്തിലൂടെ ജനിച്ചതോ ആയ ബയോളജിക്കലായ കുട്ടികളെ, പെൺകുട്ടികളെ ഒരിക്കലും തന്നെ ഖുർആൻ അത് ആ രൂപത്തിൽ ബനാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി അങ്ങനെ ഉണ്ടെന്നാണ് ഒരാൾക്ക് വാദമെങ്കിൽ അയാൾക്ക് അതെടുക്കാം. എനിക്കത് വിഷയമൊന്നുമല്ല. എനിക്ക് മനസ്സിലായ അറിവ് എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് ലൂത്ത് പറഞ്ഞത് ഹാവുലായി ബനാത്തി ഹുന്ന അത്ഹറു ലക്കും എന്ന് പറഞ്ഞത്. എന്റെ പെൺകുട്ടികൾ ഇതാ, അവരെ കൊണ്ടുപോയിക്കോളി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നല്ല. വലാ തുഖ്സിനി ഫീ ലൈഫി എന്നല്ല, വത്തഖുല്ലാഹ വലാ തുഖ്സിനി ഫീ ലൈഫി എന്ന് പറഞ്ഞാൽ എന്റെ അതിഥികളായ ഈ മലക്കുകൾ മനുഷ്യവേഷത്തിൽ അതിഥികളായി വന്നു എന്ന് പറഞ്ഞിട്ടുള്ള കഥകളൊക്കെയാണ് അവിടെ. അപ്പൊ അലാഫ യുലീഫു ലൈഫിലേക്കൊന്നും ഇപ്പൊ ഞാനിപ്പോ വിശദീകരിക്കാൻ പോണില്ല. അലാഫ എന്നാണ് ആഡ് ചെയ്യാന്നാണ്, അത് പോട്ടെ. അല്ലാതെ അതിഥി എന്നുള്ള അതിഥിയല്ല. അത് നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ ബനാത്ത് മാത്രമാണ്. അപ്പൊ ബനാത്ത് എന്ന് പറയുന്നത് പിന്നെന്താണെന്ന് ചോദിച്ചാൽ ബനാത്തുൽ അഫ്കാറാണ്. പരിശുദ്ധമായ ഒരു മനുഷ്യന്റെ ചിന്തകളെയാണ്, അവന്റെ ബോധതലം നിർമ്മിക്കുന്ന, ബന് ചെയ്യുന്ന ബന് അറ്റാണ് ബനാത്ത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബനൂൻ എന്ന് പറയുന്ന ബന് ഓണാകുകയാണ്. അതുകൊണ്ടാണ് അൽ മാലു വൽ ബനൂന സീനത്താണ്. നമ്മള് ലൈറ്റ് ഓണാക്കുമ്പോഴാണ് ലൈറ്റ് കത്തുക, അതൊരു അലങ്കാരമായിട്ട് നമ്മുടെ നിൽക്കുക. അതുകൊണ്ടാണ് അൽ മാലു വൽ ബനൂന സീനത്ത് എന്ന് പറയുന്നത്. സീനത്തിൽ ഹയാത്തി ദുനിയ എന്ന് പറയുന്നത്. അപ്പോഴാണ് അത് സീനത്താണത്. ബനു ഓണാവുമ്പോ. ബനീൻ എന്ന് പറയുമ്പോ ഇന്നാകുകയാണ്. അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ബനീൻ, ബനു ഓൺ, ബനോൻ. ബനാത്ത് എന്ന് പറയുമ്പോ ബന് അറ്റ്. അപ്പോ ബനാത്ത് എന്ന് പറയുമ്പോ നമ്മുടെ മുതഹറായ അഫ്കാറുകളാണ്, മാലൂമാത്തുകളാണ്, അറിവുകളാണ്, ചിന്തകളാണ് ബനാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഇതാണ് മുസ്ഹഫിലുടനീളം എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിച്ചത്. അപ്പൊ ഹൗലായി ബനാത്തി എന്ന് ലൂത്ത് പറയുമ്പോ, ആ ലൂത്ത് പറയുമ്പോ എന്റെ പെൺകുട്ടികൾ ഇതാ, അവരെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു കൊള്ളുക എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് എന്റെ പരിശുദ്ധമായ അറിവുകൾ, ചിന്തകൾ ഇതാ, അത് നിങ്ങൾ ഹുന്ന അത്ഹറുലക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു കൂടെ പഠിച്ചതെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സഹോദരനുമായി സംസാരിച്ചപ്പോ, അപ്പോ സൈദലവി എന്ന് തന്നെ എന്നെ വിളിക്കുക. അപ്പൊ അവിടെ ഹുന്ന എന്നല്ലേ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹുന്ന എന്നുള്ളത് ഖുർആനില് ഹിയ ഹുന്ന, ഹിയ എന്ന് പറഞ്ഞ ഹുന്ന എന്ന് പറയുന്ന ജമ്മു മുഅന്നസ് പെണ്ണുങ്ങളല്ലേ പറയാ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം, എന്റെ സുഹൃത്തിന്റെ.
അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹുന്ന ഉമ്മുൽ കിതാബ് എന്ന് പറയുമ്പോ ആയാത്തും മുഹക്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നതോ? അപ്പൊ ആയാത്തുകൾക്ക് ഹുന്ന എന്ന് പറഞ്ഞോ? വൈദബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മ ഹുന്ന എന്ന് പറഞ്ഞു. ആ കലിമാത്തുകളെ ഹുന്ന എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു ഹുന്ന കൊണ്ടോ നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. ഇങ്ങനെ ഹാവുലായി ബനാത്തി ഹുന്ന അത്ഹറു ലക്കും എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് എന്റെ പെൺമക്കൾ എന്നുള്ള അർത്ഥത്തിനല്ല, എന്റെ മാലൂമാത്തുൻ മുത്തഹറ അല്ലെങ്കിൽ അഫ്കാർ മുത്തഹറയിൽ നിന്നാണല്ലോ അറിവുകൾ ഉണ്ടാകുന്നത്. പരിശുദ്ധമായ എന്റെ അറിവുകൾ, എന്റെ ചിന്തകൾ, അത് നിങ്ങൾ എടുത്തുകൊള്ളുക എന്നാണ് പറയുന്നത്. എന്നിട്ട് വത്തക്കുല്ലാഹ എന്നാ പറയണത്. അതെടുത്തിട്ട് തഖ്വ ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അല്ലാതെ എന്റെ പെൺകുട്ടികളെ എടുത്തിട്ട് എങ്ങനെ തഖ്വയിലേക്ക് എത്തുക? അത് പോട്ടെ, അത് വിഷയമല്ല. നമ്മളതിന്റെ ആശയം സംസാരിക്കുന്നു എന്ന് മാത്രം. അതിപ്പോ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഭാഷാ വിശദീകരണത്തിന്റെ ക്ലാസ്സുകളിൽ ഒരു സ്ഥലത്ത് ഇതിന്റെ വാക്കുകൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ ബനാത്തു ഷഫത്ത് എന്ന് പറയുമ്പോ, ചുണ്ടുകളുടെ ബനാത്ത് എന്ന് പറയുമ്പോ കലിമത്താണ് എന്നുള്ളത് ഏത് ഭാഷ പഠിച്ച ആളുകൾക്കും അറിയാം. ബനാത്തു ഷഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കലിമത്താണ്, വാക്കുകളാണ്, വാചകങ്ങളാണ്. അത് ഞങ്ങൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു പാഠപുസ്തകത്തിൽ ഞാൻ ബനാത്തു ഷഫത്തൈക്ക എന്ന് പറയുന്നത് നിന്റെ ചുണ്ടുകളിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, ഞങ്ങൾ ശ്രവിക്കാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഒരു പാഠത്തിൽ ഒരു വരി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ബനാത്തു ഷഫത്ത് എന്ന് പറയുന്നത്. ബനാത്തുൽ ഐന് എന്ന് പറയുമ്പോൾ ദംഅത്താണ്, കണ്ണുനീരാണ്. ബനാത്തുൽ അഖില് എന്ന് പറയുന്നത് ചിന്തകളാണ്. അതാണ് ഇവിടെ പ്രശ്നം. ഇങ്ങനെ ഓരോന്നും ബിന്ദുൽ യമീൻ എന്ന് പറയുമ്പോ എന്താണ്? അങ്ങനെ ബിന്ദുൽ അർള് എന്ന് പറയുമ്പോ എന്താണ്? ബിന്ദുൽ എം, ബനാത്തുൽ എം എന്ന് പറയുമ്പോൾ എന്താണ്? ഒക്കെ നമ്മൾ ഭാഷ, നിങ്ങൾ ബനാത്ത് എന്നുള്ള പ്രയോഗത്തിന്റെ ഭാഷാ തലം ഒന്ന് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബനാത്തുൽ എം സഫീനത്ത് എന്ന് കിട്ടും. ഇങ്ങനെ ഓരോ വാക്കുകളും ഇബ്നു ഉപയോഗിച്ചിട്ടുണ്ട്, ആബാ ഉപയോഗിച്ചിട്ടുണ്ട്, അബു ഉപയോഗിച്ചിട്ടുണ്ട്. ബനാത്തുൽ ഫിക്ർ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ ഇങ്ങനെ ബനാത്ത് എന്ന് കേൾക്കുമ്പോഴത്തിന് നമ്മൾ അത് ഉടനെ അത് ബയോളജിക്കൽ പെൺകുട്ടികളാണ്, ബയോളജിക്കലായി നമുക്ക് ജന്മമെടുത്ത നമ്മുടെ പെൺമക്കളാണ് എന്ന് നമ്മൾ വിചാരിക്കണ്ട എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അത് ഉദാഹരണം, അങ്ങനെ ബനാത്ത് വന്ന വാക്കുകൾ ഒരുപാട് പറയണമെങ്കിൽ നമ്മൾ ഒരുപാട് വാക്കുകളുണ്ട്. ഇബിന് വന്ന വാക്കുകൾ അതൊക്കെ ഒന്ന് ഇപ്പൊ ഇബ്നുൽ ലൈൽ എന്ന് പറയുന്നത് ലിസ്, കള്ളനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. അല്ലാതെ രാത്രി ജനിച്ച കുട്ടിക്കല്ല. ഇബ്നുൽ ലൈൽ എന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ ഇബ്നുൽ ലൈൽ അല്ലിസാണ്. അതാണ് നമ്മൾ പറയുന്നത്. ബനാത്തുൽ ഫിക്ർ എന്ന് പറയുമ്പോൾ ഒരാളുടെ റഅയാണ്, ഒരാളുടെ അറിവാണ് ബനാത്തുൽ ഫിക്ർ എന്ന് പറയുമ്പോൾ. ബനാത്തുൽ നഫ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വസ്വാസുകളെയാണ് ബനാത്തുൽ നഫ്സ് എന്ന് പറയാം. മനസ്സിലുണ്ടാവുന്ന വസ്വാസുകൾ, അതാണ് ആ ഒരു മനുഷ്യന്റെ ബനാത്തുൽ നഫ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ സൂചന നൽകി എന്ന് മാത്രം. അപ്പോ ഹൗലായി ബനാത്ത്, ഇനി മറ്റൊരു വലിയൊരു വചനം വിശദീകരിക്കാനുണ്ട്. അതാണ് ഇവിടുത്തെ എന്ന് നബിക്ക് വിവാഹം കഴിക്കാൻ അനുവദിച്ച സ്ത്രീകളെ എണ്ണിപ്പറയുന്ന ആയത്തില്ലേ അപ്പോ എന്നൊക്കെ എൻ്റെ സഹോദരങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത, സംശയമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ ആയത്തൊക്കെ സവിസ്തരം നമ്മൾ വിശദീകരിക്കും. തുടർ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും നമ്മുടെ വിശദീകരണമായിട്ട് വരും അത്. അപ്പോൾ നമ്മൾ ആ വചനമൊന്നും പരിശോധിക്കാതെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് നിന്നിട്ട് സൂറത്ത് അഹ്സാബിലെ ആ വചനമൊന്നും പരിശോധിക്കാതെ ഒന്നാണ് എണീറ്റ് നിന്ന്
ഈ ബനാത്ത് എന്ന് പറഞ്ഞ ബയോളജിക്കലായ പെൺകുട്ടി എന്നൊന്നും അർത്ഥമില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല. അതൊക്കെ ആയത്തുകളൊക്കെ സൂക്ഷ്മമായി ഓരോ വാക്കുകളും ഓരോ വരികളും നമ്മൾ പരിശോധിച്ച ശേഷമാണ് എൻ്റെ സഹോദരങ്ങളോട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അറിയുന്നവർക്ക് അറിയുന്നുണ്ട് ഇത് എവിടുന്നാണ്, എങ്ങനെയാണ്, എന്താണ് ഈ പറയുന്നത് എന്നുള്ളതൊക്കെ അറിയുന്ന ചില ആളുകൾക്കൊക്കെ ഇത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് സംഗതി എന്താണ്, എവിടുന്നാണ് ഇദ്ദേഹം ഇത് പറയുന്നത് എന്നുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി വിശദീകരണങ്ങളൊക്കെ തുടർ ക്ലാസ്സുകളിൽ വരുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും, പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയും. ഒരു ക്ലാസ് കേട്ടിട്ട് അത് പൂർണ്ണമായും മനസ്സിലായില്ലല്ലോ എന്ന് സംശയിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആകുലപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് കേട്ട് പിന്നെ അടുത്തത് കേൾക്കുമ്പോൾ സംശയങ്ങൾ കുറച്ച് തീരും, പിന്നെ അടുത്തത് കേൾക്കുമ്പോൾ പിന്നുള്ള കുറച്ച് സംശയങ്ങൾ തീരും. ഇങ്ങനെ തുടർ ക്ലാസ്സുകൾ ഓരോന്നും കേൾക്കുമ്പോഴാണ് പൂർണ്ണമായി അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മളങ്ങനെ വർഷങ്ങൾ ഒരുപാട് എടുത്തിട്ടാണ് നമ്മുടെ ഓരോ സംശയങ്ങളും തീർന്നിട്ടുള്ളത്. ഒരു ക്ലാസ് കേൾക്കുമ്പോഴത്തിന് അല്ലെങ്കിൽ ഒരു തഫ്സീർ വായിക്കുമ്പോഴത്തിന് സംശയം തീരുന്നില്ല, അപ്പൊ അടുത്ത എനിക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റു വചനത്തിൽ എങ്ങനെയാണത് ശരിയാകുക? അങ്ങനെ വർഷങ്ങൾ ഓരോന്ന് എടുത്തെടുത്തിട്ടാണ് നമ്മള് ഇതിന്റെ ഓരോ വാക്കുകളുടെയും സംശയങ്ങൾ ഓരോന്നും ദൂരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കാത്തിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സലാം.